വൺ ഡേ വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഞാൻ പെങ്കൊച്ചുങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് കയറി വന്നതാണ്. അപ്പോൾ അവരെ കൂട്ടിലാക്കിയിരുന്നത് ഇവിടെ നിന്നിട്ട് ഗേറ്റും തുറന്നിട്ടിരുന്നു. ഇവന്മാർക്ക് ഒന്നിനും രണ്ടിനും ഒക്കെ പോകണമെങ്കിൽ പോട്ടെന്നായിരുന്നു. മറ്റേ പെൺകുട്ടികളെ കൂട്ടിലും ആക്കി. എന്നിട്ട് ഇപ്പോൾ ഇവന്മാർ ഒരു തരത്തിൽ താഴെ പോകത്തില്ല, ഇവിടെ നിൽക്കുക. എനിക്കാണെങ്കിൽ അവരെ ഫുഡ് കൊടുക്കാനും പറ്റുന്നില്ല. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, അങ്ങ് മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഗേറ്റ് തുറന്നിട്ട് അതിനകത്താക്കാം, എന്നിട്ട് മറ്റേ പെൺപിള്ളേരെ തുറക്കാം. അല്ലാതെ ഇനി വേറെ മാർഗമില്ല. അകത്ത് ഇച്ചിയൊക്കെ ഇട്ടിട്ടോ ഓടിയാ സിസ്റ്റമൊക്കെ കഴിക്കാൻ. ഓടിപ്പോ ഇനി കുറച്ച് നേരം അവിടെ നിന്നോളും. ആ സമയം കൊണ്ട് പെൺകൊച്ചുങ്ങളെ തുറന്നു വിട്ട് ഫുഡൊക്കെ കൊടുക്കുക. അവർക്ക് ഉണ്ടായിരിക്കുന്നു രണ്ടും കൂടെ. എന്തൊക്കെ സെക്യൂരിറ്റി ചെയ്താലും അത് ഇതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നതെന്നറിയാം. ഇനിയിപ്പോൾ പോയി പെൺകൊച്ചുങ്ങളെ തുറന്നിട്ട് അവർക്ക് ഫുഡ് കൊടുക്കാം. അതിന് മുമ്പ് ഇവിടുത്തെ ഗേറ്റ് അടയ്ക്കണം. അല്ലെങ്കിൽ എന്താ പറയുക, പെൺപിള്ളേരെല്ലാം കൂടെ ഇറങ്ങി അങ്ങ് താഴെ പോവും. പിന്നെ മേളിലോട്ട് കയറി എടുത്തില്ല, വലിയ പാടാ. ഫുഡ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, ഇനി കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. എന്താ 4 പേരും കൂടെ ഇവിടെ നിൽപ്പുണ്ട്. ഇതുവാ എന്താ തരുമല്ലോ, ഫുഡ് തരുമല്ലോ. പിന്നെ എന്തിനാ ബഹളം വയ്ക്കുന്നത്? 4 ആളും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട് വൃത്തിയാക്കണം. കൂട് ഇച്ചിരി അഴുക്കായി കിടക്കുന്നത്. അപ്പോൾ കൂട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫുഡ് വെളിയിൽ കൊടുത്തേതെന്ന്. അവർ തിന്ന് ബാക്കി വയ്ക്കുന്നത് തിന്നാൻ വേണ്ടി പൂവന്മാർ വന്നിട്ടുണ്ട്. പൂവന്മാരെ പകൽ മൊത്തം കൂട്ടിന് വെളിയിൽ ഇട്ടിരിക്കും കേട്ടോ. ഒത്തൊരുമയാണ്. ഇവന്മാർ ചില സമയത്ത് ഇവരുടെ കൂട്ടിൽ കയറിയിരിക്കും. നമ്മൾ ഇവരൊന്നും ചെയ്യത്തില്ല. ഞാനും ഈയിടെ ആയിട്ടെ കുറച്ച് വില്ലത്തരം കൂടി വരികയാണ് കേട്ടോ. എല്ലാവരും ഒരു വിരട്ടക്കമാണ് ജാനുവിന്. അവൾക്കത് എല്ലാ പാത്രത്തിൽ നിന്ന് നടന്ന് തിന്നണം. അവൾക്കുള്ള സെപ്പറേറ്റ് കൊടുത്താലൊന്നും പോരാ. അവൾക്ക് എല്ലാ പാത്രത്തിൽ നിന്ന് നടന്ന് തിന്നണം. ഈ പാത്രത്തിൽ നിന്ന് തിന്നെ, അതിൽ പോയി തിന്നെ, അവിടെ പോയി തിന്നെ. വേണ്ട ഇപ്പൊ ഇവിടെ അങ്ങോട്ട് വേണ്ട. ഈ ജാനുവിന്റെ സ്വഭാവം ഇത് ആർക്കും ഒരു ഭാഗമാണ്. ജാനു അടി മേടിക്ക നിനക്ക്. അവളെ കിട്ടുകയെ നിനക്ക് ജാനു. ഒരു തരത്തിൽ പെണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നാൻ കൊടുക്കത്തില്ല. അവന്മാർ അവിടെ നിൽക്കുന്നു. അവന്മാർ കുരയില കിട്ടിയപ്പോഴത്തേക്ക് അങ്ങ് പോയി. പിന്നെ ഞാൻ തേച്ച് കഴിവിട്ട് വിടാം. അവൾക്ക് അഴുക്ക് കിടക്കുന്നുണ്ടോ? തേച്ച് കഴിവിട്ട് മാറി വെളിയിൽ പോ. ഞാൻ പിന്നെ തടവി തരാം. പോ വെളിയിൽ പോടേ. ഇവിടെയൊക്കെ തേച്ച് കഴിവിട്ട് മാറ്. സമ്മതിക്കത്തില്ല പെങ്കൊച്ച്. വെളിയിൽ പോമോളൂ ചെല്ലേ. ഇതുവരെ അവരോട് പോയി കളി. ഇതുകൊണ്ടതോ ജാനും ഒക്കെ വെളിയിരിക്കുന്നുണ്ടാ. അവിടെ പോയി കളിച്ചല്ലേ. സ്നേഹം ഉണ്ടെന്നറിയാം. ഇങ്ങനെ വന്ന് നിൽക്കണ്ട. ചെന്ന് കളിച്ചതോ അവരോട് പോ. അവിടെ തൂത്ത് തേച്ച് കഴി വൃത്തിയാക്കട്ടെ മാറപ്പോ. രക്ഷയില്ല. അവിടെ നിന്നെ കൂടൊക്കെ തൂത്ത് വൃത്തിയാക്കി തറയിലെല്ലാം ചാക്കൊക്കെ ഇട്ട് കൊടുത്തു. ഒരു കിടക്കാനുള്ള ബെഡെല്ലാം റെഡിയാക്കി കൊടുത്തു. ഇനിയിപ്പോൾ 2 പേര് കയറി കിടന്നു. ഞാനോ കൂടി കയറ് ലൈറ്റിയും ചക്കയും കയറി കിടന്നു. ഇനി തുമ്പി വരാനുണ്ട്. തുമ്പിക്ക് ഇച്ചിരി പാടാണ്. ഇപ്പോൾ ഈയിടെ ആയിട്ട് കൂട്ടി കയറാൻ പറഞ്ഞാൽ ഇത്തിരി പാടാണ്. എന്താ ജാക്കി ഇതാ ഇവിടെ വേലിക്കപ്പുറം നിൽപ്പുണ്ട്. കുറേ നേരം കൊണ്ട് ഇവിടെ നിന്ന് ബഹളം വയ്ക്കുന്നു. ജിമ്മിയും ഉണ്ട് അവിടെ. തുമ്പി കൂട്ടി കയറി വാ. തുമ്പി ഓടിയാ കൂട്ടി കയറ്. വരുന്നുണ്ട്. അപ്പോൾ കൂട്ടി കയറി ഓടിയാ. വേഗം പോയി കയറി ചെല്ല്. കൂട്ടി കയറ്. വേഗം പോ പോയി കൂട്ടി കയറ്. പോ ഒരു മട്ടിലങ്ങ് നടക്കും. കയറ ഇങ്ങോട്ട് കൂട്ടി കയറ്. അങ്ങനെ. ഗുഡ് ഗേളാണ്. ആനാ സുന്ദരി പെണ്ണാണ്. ചുമന്ന മൂക്ക്, പൂച്ച കണ്ണ്, സുന്ദരിയാണ്. പറയെങ്കേ അപ്പോൾ കൂടൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് കൂടൊക്കെ വൃത്തിയാക്കി ബെഡെല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. 4 പെൺകുട്ടികൾക്കും. അക്രമം കൂടിയാലുള്ള പണിഷ്മെൻ്റാണിത്. പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഇതാ ഇതുപോലുള്ള പണിഷ്മെൻറ്റാണ്. നിറയിൽ കുത്തിയിരിക്കുന്നുണ്ട് ഒരുത്തെ. അയ്യടാ എന്താ ഇരുത്തോണ്ടിട്ട് തന്നെ ചിരി വരുന്നു. ഒരാളിതാ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പം പെങ്കൊച്ചുങ്ങൾക്ക് അത് കാരണം ഇതിനകത്ത് സമാധാനമായിട്ട് കിടക്കാം. അല്ലെങ്കിൽ ഇവന്മാർ രണ്ടും കൂടെ ബഹളവും അടിയും കുത്തുകൂടക്കവും വെള്ളം തട്ടിച്ചരിക്കലും എല്ലാം ഈ തൂക്കിയിട്ടേക്കുന്ന വെള്ളം പാത്രം എല്ലാം തട്ടിച്ചരിക്കും. അപ്പോൾ അത് കാരണം ഇങ്ങനെ ഇട്ടിരുന്ന സമാധാനമുണ്ട്. ഇവരെ നോക്കാൻ ജിമ്മിയും ജാക്കിയും വെളിയിലുണ്ട്. അതുകൊണ്ട് പ്രശ്നവുമില്ല. അവിടെ 2 പേര് ഗേറ്റിൻ്റെ അടുത്ത് നിൽപ്പുണ്ട്, ജിമ്മിയും ജാക്കിയും. ഇനിയിപ്പോൾ അവന്മാരെ തുറന്നങ്ങ് താഴെ കൊണ്ടുപോകണം. എന്നിട്ട് അവർക്ക് ഫുഡും കൊടുക്കണം. എന്ത് മോനെ ജിമ്മിച്ച
പറ്റി? ഐ ആം ട്രാപ്ഡ്. ജാക്കി വാ, ഇറങ്ങി വാ. താഴെ പോ, താഴെ പോ, താഴെ പോ. പോ ജാക്കി, വാ താഴെ പോ. ചോറ് കഴിക്കണ്ടേ? വാ ഓടിപ്പോ. ഇങ്ങോട്ട് 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 ഇങ്ങോട്ട്. ആ പെമ്പിള്ളേരെ അടുത്തോട്ട് പോകണ്ട. അങ്ങോട്ട് അങ്ങോട്ട് പോകാനുള്ള പ്ലാനാന്ന് എനിക്കറിയാം. അത് വേണ്ട. വാ താഴെ പോവാം. വാ ഇങ്ങോട്ട് വാ. നിന്നെ പോകാൻ വേണ്ടി ഇവിടെ വന്നു. അവനറിയാം ഇവിടെ നിന്നിട്ട് കാര്യമല്ല. അതുകൊണ്ട് അവൻ ഗേറ്റിൽ വന്നു. പോ ഇതൊക്കെ പോടിപ്പോ. ഗുഡ് ബോയ്. ഓടിപ്പോ. പാവങ്ങളുടെ ലാബ്രഡോറിനെ കണ്ടു. ഇതാണ് പാവങ്ങളുടെ ലാബ്രഡോർ. സൈഡിൽ കൂടെ പോയിട്ട് ഒരാൾ സൈഡിൽ കൂടെ പറഞ്ഞു പോകുന്നത്. വീടിന് വലം വയ്ക്കും. ഒരു ദിവസം ഒരു 50 പ്രാവശ്യമെങ്കിലും ഇപ്പം വീടിന് വലം വെച്ചിട്ട് വരും. റാണിക്ക് എന്ത് കഴിക്കാൻ വേണ്ടേ? ആ കാറിൻ്റെ അടിയിൽ നിന്ന് ഇറങ്ങാത്ത എന്താ? റാണിക്കുട്ടി ബാ, ചോറ് കഴിക്കണ്ടേ? ബാ ബാ വരാൻ. എന്ത് സമയം ഉറക്കും അതിനങ്ങ്. വാ. അവന്മാർ രണ്ടും കഴിക്കുന്നു. അവൾക്കുള്ള ഇട്ട് വെച്ചിട്ട് അവൾക്ക് വേണ്ട. അവൾ കാറിൻ്റെ അടിയിൽ കഴിക്കുന്നു. റാണി അങ്ങനെ വലുതായിട്ട് മുമ്പ് ഫുഡ് കഴിക്കാറൊന്നുമില്ല. അവൾക്ക് ഒരു ദിവസം ഒരു നേരം അങ്ങനെ വെച്ചിട്ട് മതി. ബാക്കി 3 നേരം കൊടുത്താൽ അവൾ കഴിക്കാറൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബൈ.